അപ്പോൾ നമുക്ക് ലഭിച്ച ചോദ്യം ഈ ഖോരേഷ് എന്ന് എന്തുകൊണ്ട് ഒരു ഉപമ ആ ഒരു പ്രവചനത്തിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് യെശയ്യാവിന്റെ പുസ്തകത്തിൽ. അപ്പോൾ ആദ്യമേ നമുക്ക് ഓർമ്മിപ്പിച്ചു കൊള്ളാൻ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർ ഓർമ്മിപ്പിച്ചതുപോലെ നമുക്ക് ദൈവത്തിൽ അല്ലെങ്കിൽ ദൈവികത്വത്തിൽ വ്യക്തികളില്ല. ദൈവം ആത്മാവാകുന്നു എന്നുള്ള ശരിയായ കർത്താവിന്റെ വെളിപ്പാട്. പിന്നെ പൗലോസ് ആത്മാവിന്റെ കാര്യം പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 12 വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഒരു ആത്മാവ്, പല പ്രവർത്തനങ്ങൾ, ദൈവം ഒരുത്തൻ മാത്രമെന്ന് വളരെ വ്യക്തമായ വചനം. അപ്പം ഒരു ദൈവമേ ഉള്ളൂ, അത് ആത്മാവായ ദൈവമാണ്, അദൃശ്യനാണ്, അവൻ സകലത്തിലും നിറഞ്ഞു നിൽക്കുന്നവനാണ്, അവൻ സകലത്തെയും നിറയ്ക്കുന്നവനാണ്, സ്വർഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനാണ്. അതേസമയം ഈ ലോകത്തിലെ പല പുത്രന്മാരിലും പ്രവാചകന്മാരിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്, ഒരു ആത്മാവിന്റെ പ്രവർത്തനം തന്നെയാണെന്ന് സകലതും എന്ന് പറയും. അപ്പോൾ ദൈവത്തിനകത്തൊരു വ്യക്തികളോ അല്ലെങ്കിൽ ഞങ്ങളെ ഇപ്പോൾ ഒരു ഈടെയായിട്ട് ഒരാൾ പരിഹസിച്ചതുപോലെ സൈറസ് എന്ന ഉപമ കൊടുത്തപ്പോൾ അവിടെ സൈറസ് ആണ് ഇവരുടെ ദൈവം എന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യനും ദൈവമല്ല, ദൈവം മനുഷ്യനുമല്ല, ദൈവം മനുഷ്യപുത്രനുമല്ല എന്ന് വളരെ വ്യക്തമായ വാക്യമുണ്ട്. പുത്രൻ, ഏകപുത്രൻ എന്നത് ദൈവത്തിന്റെ വെളിപ്പാട് ആണ് എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കുന്നു. അതേ ദൈവത്തിന്റെ പരിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നും നമ്മൾ വിശ്വസിക്കുന്നു. ഒരു ആത്മാവ് ഒരു 3 തരത്തിലെ പ്രവർത്തനം അല്ലെങ്കിൽ വെളിപ്പാടുകൾ എന്ന് മാത്രമേ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഈ ഒരു കാര്യത്തിന്റെ ഉത്തരം പറയുവാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 1 അധ്യായത്തിൽ 15 മുതലുള്ള വാക്യത്തിൽ അവിടെ യോഹന്നാൻ സ്നാപകനെ പറ്റി പറയുമ്പോൾ അവിടെ പറയുന്നു, അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഏലിയാവെന്ന് പറഞ്ഞ പ്രോഫറ്റ് ജീവിച്ചത് ഏകദേശം ഈ കർത്താവ് വരുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകൻ ഈ ലോകത്തിൽ വരുന്നതിന് മുമ്പേ ഏകദേശം ഒരു 800-850 വർഷം മുമ്പേ ജീവിച്ച ഒരു മനുഷ്യനെ പറ്റിയാ പറയുന്നത്. ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ വരുമെന്ന്. അപ്പോൾ ഈ ഏലിയാവിലുള്ള ആത്മാവ് ഏത് ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, ദൈവം പണ്ട് ഭാഗമായി തന്റെ പ്രവാചകന്മാരിൽ കൂടെയും ഇന്ന് ഈ അന്ത്യകാലത്ത് പുത്രനിൽ കൂടെ സംസാരിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവം തന്നെയാണ് സംസാരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് സംസാരിക്കുന്നത്. ദൈവം ഏലിയാവിന് കൊടുത്ത ഒരു വരമുണ്ട്, ആ വരത്തിന്റെ കാര്യമാണ് പറയുന്നത്, ഏലിയാവിന്റെ ആത്മാവിന്റെ ശക്തിയോടുകൂടെ വരുമെന്ന് പറയുന്നത്. അതല്ലാതെ അത് വേറൊരു മനുഷ്യന്റെ ആത്മാവല്ല, ദൈവം തന്നെയാണ് തന്റെ പ്രവാചകന്മാരിൽ കൂടെ സംസാരിക്കുന്നതും അവരെ ഉപയോഗിക്കുന്നതും. അപ്പോൾ ഈ അടുത്തത് ഞാൻ പോകുന്നത് എസ്ര എന്നുള്ള ഒരു പ്രവാചകനിലേക്കാണ്. എസ്രായുടെ പ്രവചനത്തിലാണ് പറയുന്നത്, യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരേശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരേശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്തെ എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തതെന്തെന്നാൽ, പരസ്യ രാജാവായ കോരേശ് ഇപ്രകാരം കൽപ്പിക്കുന്നു, സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു, യഹൂദയിലെയും യെരൂശലേമിലെയും അവൻ ഒരു ആലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലും യെരൂശലേമിലേക്കും യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ. അവനല്ലോ യെരൂശലേമിലെ ദൈവം. ശേഷിച്ചിരിക്കുന്ന ഏവനും അവൻ പ്രവാസിയായി പാർക്കുന്ന ഇടത്തൊക്കെയും അതത് സ്ഥലത്തിലെ സ്വദേശികൾ പോകുന്ന വെള്ളി, മറ്റ് സാധനങ്ങൾ, കന്നുകാലി എന്നിവയാലും യെരൂശലേമിലെ ദേവാലയം വഴിക്കായി
ഔദാര്യ ദാനങ്ങളാലും സഹായം ചെയ്യണം. അപ്പോൾ നമ്മൾ കാണുന്നു ആദ്യത്തെ ക്യാപ്റ്റിവിറ്റി അല്ലെങ്കിൽ ആദ്യമായിട്ട് അവർ അടിമകളായിട്ട് താമസിക്കുന്നത് ഈജിപ്തിലാണ്. അവിടുന്ന് ദൈവം അവരെ വിടുവിക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. അവിടെ ഫറവോന്റെ ഹൃദയം കഠിനമാക്കിയിട്ട് അവരെ കൂടുതൽ നാൾ അവിടെ നിർത്താൻ നോക്കുന്നു. പക്ഷെ ഇവിടെ പരസ്യ രാജാവ്, അതായത് ഒരു ജാതീയനായവൻ, അവൻ യഹോവയായ ദൈവമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരുത്തനാണ്. പക്ഷേ ദൈവം അവനെ അഭിഷിക്തനാക്കിയിരിക്കുന്നു. ദൈവം അവനിൽ കൂടെ സംസാരിക്കുന്നു. ആരാണ് യഹോവ എന്ന് പറഞ്ഞത്? സകല പ്രപഞ്ചത്തിലെ ദൈവമാണെന്ന് ഒരു ജാതീയൻ തന്റെ വാഗൊണ്ട് വിളിച്ചു പറയുന്നു. ഈ അവിടെ പാർക്കുന്ന എല്ലാ ഇസ്രായേലുകാർക്കും സ്വമനസാൽ, അതായത് ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്താൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അപ്പോൾ ഒരു രാജാവാണ്, സകലത്തിന്റെയും അധികാരിയാണ്, എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഈ ഒരു അടിമത്വത്തിലേക്ക് നയിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിന് അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം കൊടുക്കുന്ന കോരേശ് രാജാവിനെ പറ്റി സംസാരിക്കുന്നു. ഈ കോരേശ് രാജാവ് ആരാണ്? ആദ്യം ഈ കോരേശ് രാജാവിനെ പറ്റി പറയുന്നത് അത് യെശയ്യാവാണ്. യെശയ്യാവ് എത്ര വർഷം മുമ്പെയാണ്? ഈ കോരേശ് രാജാവ് ജീവിക്കുന്നതിന് 200 വർഷം മുമ്പെയാണ്, ഏകദേശം 150-200 വർഷം മുമ്പെയാണ് കോരേശ് എന്ന പേര് പോലും ഈ ഇസ്രായേൽ ജനങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഈ പ്രവചനം കോരേശ് എന്ന ഒരു രാജാവ് ഉണ്ടാകുമെന്നും കോരേശ് എന്ന രാജാവ് ഈ ഒരു ജനതയ്ക്ക്, ഇസ്രായേൽ ജനതയ്ക്ക് അടിമത്വത്തിൽ നിന്നും അവർക്ക് സ്വാതന്ത്ര്യം നൽകുമെന്നും ആലയം പണിയുമെന്നും ആലയത്തിനു വേണ്ടി സാമഗ്രികൾ ഒരുക്കുമെന്നും എല്ലാ പ്രവചനങ്ങളും യെശയ്യാവിൽ അടങ്ങിയിരിക്കുന്നു. പക്ഷേ അത് കോരേശിനെ പറ്റി മാത്രമാണോ? അല്ല, അത് നമ്മൾ മുന്നോട്ട് കാണും. അപ്പോൾ കോരേശിനെ പറ്റി കുറച്ചുകൂടെ പറയുമ്പോൾ, കോരേശ് ഒരു ചരിത്രപരമായ പുരുഷനാണ്. ഇന്ന് ചരിത്രത്തിൽ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന കോരേഷിനെ പറ്റി കൂടുതൽ ഒരു റിസർച്ച് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് കോരേഷ്. ആ സമയത്ത് ഏറ്റവും വലിയ രാജാവായിരുന്നു. ഈ ലോകത്തിന്റെ മൊത്തം മേലുള്ള അധികാരം ഉള്ള ഒരു രാജാവായിരുന്നു. ഒടുക്കൽ കൊല്ലപ്പെട്ടത് സ്വന്തം ദേശത്തിലെ തന്നെ ഒരു രാജ്ഞിയാലാണ്. അപ്പോൾ കോരേശും കർത്താവിന്റെയും ഒരു നമ്മൾ കമ്പാരിസൺ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഏകപുത്രനായി ഈ ലോകത്തിൽ കടന്നു വന്നു എന്ന് പറഞ്ഞ വചനം ആദിയിൽ ഉണ്ടായിരുന്നു. വചനം മുഖാന്തരമാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടതും. വചനത്താലാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. അവന് വേണ്ടിയും അവൻ മുഖാന്തരവും അവനായിട്ട് വേണ്ടി. അപ്പം എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് സകലത്തിന്റെ മേലുള്ള അധികാരമുള്ളവൻ തന്നെയായിരുന്നു കർത്താവ്. ഈ ലോകത്തിന്റെ മേലുള്ള സകല പ്രപഞ്ചത്തിന്റെ മേലുള്ള അധികാരമുള്ള കർത്താവായിരുന്നു. തന്റെ ജനത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ തന്റെ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ആ ആലയം, പുതിയ ആലയം, അതായത് തന്റെ ശരീരമായ ആലയം സാമഗ്രിയായിട്ട് നൽകി ആലയം പണിയുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ പല തരത്തിലും നമ്മൾ കോരേശും ഈ ഒരു പിന്നെ ഒരു 500 വർഷത്തിന് ശേഷം, കോരേശിന് 500 വർഷത്തിന് ശേഷം ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന കർത്താവും തമ്മിൽ ഒരു ബന്ധമുണ്ട്. രണ്ടും പ്രൊഫസിയാണ്. ആ ഒരു ഒറ്റ പ്രൊഫസിക്കകത്ത് രണ്ടും അവിടെ കവർ ചെയ്യുന്നു. അപ്പോൾ അവിടെ എസ്ര പറയുന്നുണ്ട്, യിരെമ്യാവും പ്രവചനം നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രവചനം നൽകുന്നതിന് മുമ്പേ 70 വർഷം മുമ്പേ യിരെമ്യാവും ഇതിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം യിരെമ്യാവിന്റെ പ്രവചനത്തിനകത്തും നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. അവർ അടിമകളായിട്ട് പർസ്യ ദേശത്ത് പോകുമെന്നും അവർ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി അവിടെ ദൈവം ഒരു അഭിഷിക്തനെ ഒരുക്കുമെന്നുള്ള കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ആണ് ഈ ഒരു ആളെ പറ്റി വളരെ കൺഫ്യൂഷൻ ആകുന്നത്? ഈ 43-ാമത്തെ അധ്യായം, 48-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പീൻ, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ള
അതിന്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തന്റെ ആത്മാവിനെയും അയക്കുന്നു. അപ്പോൾ നമുക്കറിയാം യഹോവയായ ദൈവം ഒരു ദൈവമാണ്. ആ ദൈവം മാത്രം സൃഷ്ടാവായ ദൈവമാണ്. വേറെ ഒരു ദൈവവുമില്ല. ഒരു ആത്മാവായ ദൈവമാണ്. ആ ദൈവം തന്നെയാണ് കോരേശ് രാജാവിനെ ആ ഒരു അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി ഒരുക്കുന്നതും ആലയം പണിയുവാൻ വേണ്ടി അവരെ അയക്കുന്നതും അവരെ ഒരു സാമഗ്രികളൊക്കെ എല്ലാം ഒരുക്കിയിട്ട് അവരെ മൊത്തം ആ ഒരു പണിക്ക് വേണ്ടി അയക്കുന്നതും. അപ്പോൾ അവിടെ കോരേശ് തന്നെ പോകുന്നില്ല, പക്ഷെ കോരേശ് അവിടെ ആൾക്കാരെ അയക്കുകയാണ്. പക്ഷെ ആ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി കോരേശ് കർത്താവിനെ പോലെ തന്നെ ഒരുക്കിയവനാണ്. അപ്പോൾ ഇവിടെ 45-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്, കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. ഈ വലങ്കൈന്ന് പിടിച്ചിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ്. വലങ്കൈ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ശക്തി, അതിനെ തന്നെ കാണിക്കുന്നു. അപ്പോൾ സൈറസ് എന്ന രാജാവിൽ പ്രവർത്തിച്ചതും ദൈവത്തിന്റെ ആത്മാവ് തന്നെ ആണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ഒരു വാക്യം നമ്മൾ കാണുന്നത് ഈ 44-ലെ 6-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ, ഇസ്രായേലിന്റെ രാജാവായ യഹോവ അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ വേറെ ഒരു ദൈവവുമില്ല. അപ്പോൾ യെശയ്യാവില് ഒരു സെർവന്റ് ഉണ്ട്. ആ സെർവന്റ് സൈറസിനോട് ഉപമിക്കപ്പെടുന്നു. നമുക്കറിയാം ആ ഒരു സെർവന്റ് കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ കർത്താവിനോട് തന്നെ ഉപമിക്കപ്പെടും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൊഫസീസും സൈറസിന്റെ മേളിൽ ഫിറ്റ് ആവുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 53-ാമത്തെ അധ്യായം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ ശരീരത്തെ ചീന്തുകയും അവൻ അവന്റെ രക്തത്തെ കൊടുക്കുകയും അവന്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം വന്നു എന്ന് പറയുമ്പോൾ എന്ന രാജാവ് നമുക്ക് വേണ്ടി അങ്ങനെ യാഗം ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് ഒരു മിക്സ്ഡ് പ്രോഫസിയാണ്. രണ്ടും ഒരു രാജാവിനെ പറ്റിയുള്ള സംസാരമാണ്, വരുവാൻ പോകുന്ന രാജാവിനെ പറ്റി ഉള്ള സംസാരമാണ്, അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ പോകുന്ന ഒരു മനുഷ്യനെ പറ്റിയാണ്. ഈ ഒരു സേവകൻ ആണ് ആലയം പണിയാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രൊഫസീസ് തമ്മിൽ ഒത്തിരി സാമ്യങ്ങളുണ്ട്. രണ്ട് ടൈം ലൈൻ ആണ് ഇതിന് നടക്കാൻ പോകുന്നത്. പക്ഷേ ചില പ്രൊഫസീസ് കർത്താവിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് വചനം ഒരു ചിലത് അങ്ങും ചിലത് ഇങ്ങും അത് എപ്പോഴും ദൈവത്തിന്റെ ആത്മാവാൽ മാത്രമേ നമുക്ക് വെളിപ്പെടൂ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം ഒരുവൻ മാത്രമാണ്, ദൈവം ആത്മാവാണ്, ദൈവം ഒരുത്തൻ മാത്രമാണ്, വേറെ ഒരു ദൈവമില്ല, വേറെ ഒരു രക്ഷകനും ഇല്ല എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. സൈറസിൽ പ്രവർത്തിച്ചതും ആ ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ്. കർത്താവും വളരെ വ്യക്തമായിട്ട് പറയുന്നു, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ വേല ചെയ്യുന്നു. അപ്പോൾ ഏകപുത്രൻ, അതായത് വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, വചനം ജഡമായി തീർന്ന ആ പുത്രൻ എന്ന പദവി അല്ലെങ്കിൽ ഏകപുത്രൻ എന്ന പദവി മനുഷ്യൻ എന്ന നിലയിൽ ഉണ്ടായിരുന്ന ഏകപുത്രൻ പറയുന്നു, പിതാവ് എന്നിൽ വസിച്ച് തന്റെ വേല ചെയ്യുന്നു, ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, പിതാവ് തന്നെ എന്നിൽ വസിച്ച് സകല വേലകളെയും ചെയ്യുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ഒരു വാക്യം നമ്മൾ കാണേണ്ടത്, പക്ഷെ 43-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, അത് മലയാളത്തിൽ തെറ്റായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. പലതും നമുക്ക് തെറ്റ് പറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ ഒരു പ്രൊഫസി നമുക്ക് വായിച്ചാൽ അറിയാം, ഇത് കോരേശ് രാജാവിനെ പറ്റി ഉള്ളതല്ല. അത് ഇവിടെ എഴുതിയേക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാൻ ആകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനുമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഒരു ദൈവവും ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മളെ എല്ലാം സൃഷ്ടിച്ചതും ഉണ്ടാക്കിയ ദൈവം
ഒരുവൻ മാത്രമാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ദാസനെ പറ്റി ഒരു കാര്യവും നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ ദാസനെ പറ്റി എന്തുവാണ് ഈ പറയുന്നത് എന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നു. പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് കിങ് ജെയിംസ് വേർഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്, ye are my witnesses, saith the Lord, and my servant whom I have chosen, that ye may know and believe me and understand that I am he. And before me there was no God formed, neither shall there be after me. പിന്നെ 11 പിന്നെ എടുത്തു പറയുകയാണ്, I even I am the Lord, and beside me there is no savior. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾ എന്നിലും ആ സെർവന്റിലും വിശ്വസിക്കുക. എന്താണ് കണ്ടിട്ട് വിശ്വസിക്കേണ്ടത്? വിശ്വസിക്കേണ്ടത് ഇതാകുന്നു, that I am he, ഞാൻ തന്നെ അവൻ ആകുന്നു, ആ ദാസൻ ഞാൻ തന്നെ ആകുന്നു. ഇത് അവിടെ പെർഷ്യയിലുള്ള ഖോരേശിനെ പറ്റിയുള്ള പ്രവചനമല്ല. ചില പ്രവചനങ്ങൾ ഇതിനകത്ത് ഖോരേശ് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് ഈ ഈ ഒരു 41 മുതൽ 48 വരെയുള്ള ചാപ്റ്റേഴ്സില്. പക്ഷെ ഈ ഒരു വാക്യം കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഫുൾഫിൽ ചെയ്യുന്നുള്ളൂ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവം തന്നെ ആയിരുന്നു, എനിക്ക് മുമ്പേ വേറെ ഒരു ദൈവവുമില്ല, ഞാനല്ലാതെ വേറെ ഒരു രക്ഷകനില്ല. അപ്പോൾ സൈറസ് വന്ന് സൈറസ് രക്ഷിച്ചപ്പോഴും കർത്താവ് തന്നെയാണ് അവനിൽ ഉണ്ടായിരുന്നതെന്ന് എസ്ര സാക്ഷ്യം പറയുന്നു. ദൈവമാണ് ആത്മാവായിട്ട് അവന്റെ ഹൃദയത്തെ നിർമ്മലപ്പെടുത്തി ആ ഒരു ആലയം പണിയുവാൻ വേണ്ടി അയച്ചത്. പക്ഷെ ഇവിടെ ഈ ദാസനെ പറ്റി പറയുന്നു, ഞാൻ അല്ലാതെ വേറെ ഒരു രക്ഷിതാവുമില്ല, അവനെ നോക്കി വിശ്വസിക്കുക. എന്താണ് വിശ്വസിക്കുന്നത്? ഞാൻ തന്നെ അവനാകുന്നു എന്ന് പറയുന്നു. ഇത് തന്നെ മിസ്റ്റേക്ക് സംഭവിച്ചത് യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 19 മുതൽ വാക്യത്തിൽ നിന്റെ പിതാവ് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് 24 വാക്യത്തിൽ കിങ് ജെയിംസ് വേർഷനിൽ നമ്മൾ നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ എന്നെ നോക്കി ഞാൻ തന്നെ അവൻ എന്ന് വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്നുള്ള കാര്യം ഒരു സർവന്റിനെ പറ്റി പറയത്തില്ല. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം ആക്കിയാണ് പറയുന്നത്. ഞാൻ തന്നെ അവൻ എന്ന് പുത്രനായിട്ട് പറയുന്നു. അവൻ തന്നെ ഞാൻ എന്ന് വിശ്വസിച്ചു കൊള്ളുക എന്ന് യെശയ്യാവിൽ ദൈവം സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഇത് രണ്ടും വിശ്വസിക്കേണ്ടത് സൈറസിനെ പറ്റി അല്ല. അവിടെ സൈറസിനെ പറ്റിയും പല പ്രോഫസീസ് ഉണ്ട്. അത് 200 വർഷം മുമ്പേ കർത്താവ് നിവൃത്തിയാക്കിയിട്ടുണ്ട്. കർത്താവ് തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ട്, ആലയം പുതുക്കി പണിഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിനുള്ള സാമഗ്രികളെല്ലാം അയച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന സൈറസ് എന്ന് ഉപമിക്കപ്പെട്ടിരിക്കുന്ന, അതായത് യോഹന്നാൻ സ്നാപകൻ എങ്ങനെ ഏലിയാവിനെ പോലെ ഉപമിക്കപ്പെട്ടുവോ അതുപോലെ ഈ ഒരു ദാസൻ സൈറസിനെ പോലെ ഉപമിക്കപ്പെടുകയും ഈ ദാസനായ സൈറസ് എന്ന് വിളിക്കുന്നവൻ ശരിക്കും പൂർണ്ണമായ ഒരു രക്ഷിതാവും, ആ രക്ഷിതാവ് ആരാണ്? ദൈവമല്ലാതെ വേറെ ഒരു രക്ഷിതാവുമില്ല. വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്ന ആ ഒരു ദാസൻ സൈറസിനെ പോലെ ഉപമിക്കപ്പെടുകയാണ്. സൈറസിലും അതിനകത്ത് ചില പ്രോഫസീസ് അവിടെ നിവർത്തിയാകുകയാണ്. അപ്പോൾ ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവം തന്നെയാണ് സൈറസ് എന്ന രാജാവ്, പെർഷ്യൻ രാജാവ്, ദൈവത്തെ അറിയാത്ത, ദൈവത്തിനെ പറ്റി ഒരു വിവരവും ഇല്ലാത്ത ഒരു മനുഷ്യനിൽ പ്രവർത്തിച്ച് തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചതും ആ ദൈവം തന്നെയാണ് ജഡത്തിൽ പ്രത്യക്ഷനായി ഒരു പുത്രൻ എന്ന നിലയിൽ വന്നു. പുത്രൻ എന്ന നിലയിൽ അയക്കപ്പെട്ടവനായി ഈ ലോകത്തിൽ കടന്നു വന്നിട്ട് തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്നും, അതായത് മരണത്തിന്റെ ഭീതിയിലുള്ള അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചത്. രണ്ടും സേവകർ എന്നുള്ള അവരുടെ ടൈറ്റിലാണ്. പക്ഷെ അവർ മനുഷ്യരായതുകൊണ്ട് ആ ടൈറ്റിൽ അവർക്ക് ലഭിക്കുന്നു. പക്ഷെ അവര് രണ്ടുപേരും രാജാക്കന്മാരായിരുന്നു. ഒന്ന് പെർഷ്യയിലും ഈ ലോകത്തിന്റെ മേളിലും അധികാരമുള്ളവൻ, ഒന്ന് സകലത്തിന്റെ മേൽ അധികാരമുള്ള രാജാവ് തന്നെ. അപ്പോൾ ഇത് വെച്ച് ആൻസർ കംപ്ലീറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും വേറെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം.